ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് അമ്പലങ്ങളിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പ്രഭിയുടെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറണമെന്ന്. ഗോൾഡൻ ടെമ്പിൾ എന്നല്ല ഈ ഒരു അമ്പലത്തിൻ്റെ പേര്, ദേവസ്ഥാനം എന്നാണ്. പക്ഷെ അവൾ അതിനെ അങ്ങനെയാണ് കേട്ടോ വിളിക്കുക. നമുക്കിതിനെ പുറമെന്ന് കാണുമ്പോൾ ഒരു ദേശം മുഴുവൻ ഇങ്ങനെ സ്വർണ്ണത്തിൽ വ്യാപിച്ചെടുക്കണ അമ്പലങ്ങൾ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതും. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ചന്തമുള്ള അമ്പലങ്ങളാണ് നമുക്ക് ചുറ്റിനുള്ളത് കേട്ടോ. നേരത്തെ കണ്ടത് ദേവസ്ഥാനാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണാടിക്കാവാണ് കേട്ടോ. നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലമാണ്. മുത്തപ്പനല്ല, വിഷ്ണുമായ എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ്. ഞാൻ എൻ്റെ ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന ഒരു വിളിയാണ് മുത്തപ്പ എന്നുള്ളത്. കണ്ണാടിക്കാവിൽ നിന്നും ഇറങ്ങി നേരെ അവണങ്ങാട്ടേക്ക് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്കൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് നമ്മളിതാ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ ദൈവത്തിനെ വിളിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവാതെ ഇരിക്കുക. വിശ്വാസം എന്ന് പറയുന്നതൊക്കെ എപ്പോഴും സങ്കടങ്ങൾ മാത്രം ഉണർത്തിക്കാനുള്ള ഒരു ഏരിയ ഒന്നുമല്ല. നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് വിചാരിക്കണം. അല്ലാതെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത് സിന്ധുവിൻ്റെ വീട്ടിലുണ്ടായ നായക്കുട്ടികളാണ് കേട്ടോ. 8 കുട്ടികളുണ്ട്, 6 ഫീമെയിലുണ്ട്, 2 ബോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒറിജിനലാണ് കേട്ടോ സംഭവം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്തേക്കോ. തേങ്ങയ്ക്ക് പേടി. സിന്ധുജി ഇങ്ങോട്ട് നോക്കൂ. അറിയില്ലല്ലോ, അത് വ്ളോഗാണ്. അതെ. ആ ആയോ അവിടെയാണ് കള്ള് ഷാപ്പ്. എൻ്റെ മോൾ കള്ളയിലോ ഈ വക കാണുമ്പോഴൊക്കെ പ്രാന്താ. കുടുംബമേ കണ്ടു വരൂട്ടാ, അതല്ല. അതെ, സിന്ധു മാഡത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു തൂക്കുപാലട്ടോ. അതിന് മുന്നേ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. തക്കുടൂൻ്റെ ഒപ്പൊക്കെ നമ്മൾ പോണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ടാഡയെന്ന് വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ടാഡയല്ല ടഡ. അപ്പോൾ അവരുടെ പേജിൽ നിന്ന് വന്നിട്ടുള്ള അമ്മുൻ്റെയും പായുൻ്റെയും ഈ ഒരു കാരിക്കേച്ചർ വെച്ചിട്ടുള്ള ഒരു കലണ്ടറാണ് 2025 കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആർക്കെങ്കിലും വേണം എന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ വീഡിയോ ഞാൻ കൊളാബ് ചെയ്തിട്ടിട്ടുണ്ട്. ആ പേജിലൊന്ന് കയറി നോക്കി നോക്കൂ കേട്ടോ. നല്ല രസമുണ്ട്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ശ്വസിച്ചേ പറ്റൂ കുട്ടി, സത്യം. അതാണ് സത്യം. ആരെ പറ്റിയോ ഞങ്ങൾ രണ്ടുപേരും കാര്യമായി നിന്ന് കുറ്റം പറയുന്നുണ്ട് കേട്ടോ. കുറ്റം എന്നല്ല, നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ 2 പെണ്ണുങ്ങൾ കൂടിയ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ, ഷെയർ ചെയ്യാനില്ലാത്ത കാര്യങ്ങളുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിലുണ്ടല്ലോ ഒരു ദിവസത്തിൽ 1, 2, 3 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്ന് സംസാരിക്കും. അത്രയ്ക്കധികം വിഷയങ്ങളുണ്ടായിരിക്കും. അതായത് ഡെയിലി 3 മണിക്കൂർ നിന്ന് സംസാരിക്കാൻ എന്താ വിഷയമുള്ളതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു പിടുത്തമില്ലാത്ത കാര്യമാണ്. എന്നാലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ടായിരിക്കും. ഒരു ക്ഷാമമില്ല എന്നറിയില്ലേ. ചില റിലേഷൻസിൻ്റെ ഇടയിൽ സംസാരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ടോപ്പിക്കുകളും കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ ഓട്ടോമാറ്റിക്കലി കടന്നു വരുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 2 പേരെന്ന് പറയുന്നത്.
പക്ഷേ ഇപ്പോൾ വിളിയൊക്കെ ഇത്തിരി കുറവ് തന്നെയാണ് കേട്ടോ. തീരെ സംസാരിക്കാൻ അവൾക്കും ഈ പറഞ്ഞ പോലെ മൂപ്പരാൾ കുടുംബശ്രീയുടെ എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ പോണത് കൊണ്ട് തന്നെ സംസാരം വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ ഡെയിലി പോലും വിളിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഞങ്ങൾക്ക് പറയാനും അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഇഷ്ടംപോലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പഞ്ഞല്ലാണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭിക്ക് അവിടെ ചെമ്മീൻ അവിടെ കിട്ടൂത്രേ, പക്ഷെ എന്നാലും നന്നാക്കാൻ അറിയില്ല. ഇവിടെ വന്നിട്ടാണ് മൂപ്പരാൾ ആദ്യമായിട്ട് ചെമ്മീൻ കഴിക്കുന്നത് തന്നെ. അപ്പോൾ ചെമ്മീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കാൻ കുറച്ച് നേരം മൂപ്പരാൾ ട്രൈ ചെയ്തു. പിന്നെ മൂപ്പരാൾക്ക് വലിയ പിടുത്തം കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പായും കൂടിയിട്ടാണ് ബാക്കിയുള്ള ചെമ്മീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് കേട്ടോ. സംരംഭകരുടെ ഈ വർഷത്തെ അവസാനത്തെ മീറ്റിംഗ് ആണ് ഇന്നാളെ നടക്കുന്നത്. എവിടെ ഞങ്ങളുടെ ക്രിസ്മസ് പാപ്പുവാ? എവിടെ കൊട്ട? എവിടെ ചെണ്ട? എവിടെ? ആ പാട്ടില്ല പാട്ടില്ല. അതൊന്നും സാധനം അത് കളിക്കണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമാണ് കേട്ടോ ആവണത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസിന് ഒരു ക്രിസ്മസ് പാപ്പ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ എൻ്റെ ഈ കുക്കുവിളിയും ബഹളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം വരെ നമ്മൾ, കഴിഞ്ഞ വർഷമല്ല അതിനൊരു മുന്നത്തെ വർഷം വരെ നമ്മൾ ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ഒക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുക കരോൾ കാണാൻ പോവുകയെ ലൈറ്റിങ് കാണാൻ പോവുകയെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രഭി വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. അന്നാണ് നമ്മൾ വാടാനപ്പള്ളി പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം ഉണ്ടായിരുന്നത്, അതായത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കടലക്കറി ഉണ്ടായിരുന്നു. കാലത്ത് വെച്ചതായിരുന്നു കടലക്കറി. പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ നന്നാക്കിയിരുന്നു, അത് ഞാൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു 6 ദിവസത്തെ വീഡിയോ ഒരൊറ്റടിക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലത്ത് ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ കൊണ്ട് പഴം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ പഴം ജ്യൂസ് കടയിലേക്ക്. പ്രബീനെ ഞാൻ അത്യാവശ്യത്തിന് പൊട്ട ശീലങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ കടയിലത്തെ പഴം ജ്യൂസ്. ഞാൻ പറയാറില്ലേ ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര റിവ്യൂ ഉള്ള ഒരു കടയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ഒരു കടേനെ കുറിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞു കടയാണ്, കുറേ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു കട എന്ന് പറയില്ലേ. പഴം ജ്യൂസിനാണ് ഈ ഒരു കടയിൽ ഏറ്റവും പ്രസക്തി എന്ന് തന്നെ പറയാം. നന്ദുമോളും ഉണ്ട് നമ്മുടെ കൂടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഭയങ്കര ബോറടിയാണ് മൂപ്പരാൾക്ക്, കൂട്ടപ്പം കൂടി ഇല്ലാത്തത് കൊണ്ട് അതും മെയിനായിട്ടുണ്ട്. ഇവിടെ അമ്മൂനും പായുനാണെങ്കിലും അടുത്ത് കണ്ട കീരിയും പാമ്പും ആണെങ്കിലും ഒരാൾ മാറി നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് സെയിം അവിടെ അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ ഗ്ലാസ് ജ്യൂസാണ് വാങ്ങിയുള്ളൂ. ഇനി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമായി, കണ്ണനും ഇഷ്ടമായി കേട്ടോ. വേറെ ആർക്കും ഇഷ്ടമായില്ല.
വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ ഈ ടുമോറിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുഴിമന്തി ഫാനല്ല, എനിക്ക് കുഴിമന്തിനോട് അത്ര വലിയ യോജിപ്പില്ല. ഞാൻ അൽഫാമാണ് കഴിക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സ്ഥിരം ഷെഷ്വാനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഷെഷ്വാൻ്റെ ആരാധകയാണ്. ന്യൂഡിൽസ് അല്ല കേട്ടോ, ഫ്രൈഡ് റൈസിനോടാണ് എനിക്ക് താല്പര്യം. ഇതിനൊരു മാറ്റിപ്പിടി എനിക്ക് എന്തെങ്കിലും കാലത്ത് ഉണ്ടാവുമോ എന്ന് ഞാനൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. എപ്പോഴാണെങ്കിലും ഞാൻ ഈ ടുമോറിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കായിട്ട് ഞാൻ വാങ്ങുന്ന ഒരു സംഭവം ഇത് മാത്രമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വാടാനപ്പള്ളി പള്ളിയിലത്തെ ലൈറ്റിങ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം പോയി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നല്ല ഇടിവെട്ട് സംഭവമായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കിട്ടാത്തത്. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തിട്ടേനെ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്രാവശ്യം തികച്ചും നമ്മളെ നിരാശരാക്കി കേട്ടോ. ഒരു രസം ഉണ്ടായിരുന്നില്ല. കാര്യം അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ ഒരു 4-1 അംശമെങ്കിലും വരുന്ന വെച്ചാൽ ഇത്തിരിയും കൂടെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത്രയും ചെയ്തു വെച്ചിട്ട് പോലും നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ചെയ്തു വെച്ചാൽ ഒരു വർക്കിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല. കൂടി വന്നൊരു 10 മിനിറ്റ് പോലും അവിടെ നിൽക്കാണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് പിറ്റേ ദിവസം നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നേഹതീരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിലേക്ക് വന്നതാണ്. സ്നേഹതീരത്തേക്ക് ഇതുവരെ ഞാനും പ്രഭിയും കൂടെ വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും സ്നേഹതീരത്തേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്കിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബീച്ച് വൈബ് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബീച്ച് വൈബിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല. വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഉപ്പിലിട്ട പൈനാപ്പിളും പിള്ളേർ മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പായലൂബിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു കസരയിൽ കിടന്നിട്ട് അങ്ങോട്ട് കിടന്നു കേട്ടോ. കാരണം എനിക്ക് ആസ്വദിക്കാനുള്ളതൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സ്നേഹതീരം പണ്ടത്തെ സ്നേഹതീരം ഒന്നല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന രീതിയിലാണ് സ്നേഹതീരം. തൊട്ടേനും പിടിച്ചതിനൊക്കെ പൈസയാണ്. എൻട്രി ഫീ ഉണ്ട്. നമ്മൾ സാധാരണ പാർക്കിലേക്ക് കിടക്കാനായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ടിയിരുന്നത്. അത് വളരെ കുറച്ച് തന്നെയാണ്. ഇതും അധികം ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഈ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നമ്മൾ ടിക്കറ്റിന് വേറെ പൈസ, പിന്നെ പാർക്കിലേക്ക് വേറെ പൈസ, അതൊക്കെ ഇത്തിരി ആർഭാടല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അതിന് മാത്രം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അവർ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലോ അവർക്കത് മുതലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വെറുതെ ആൾക്കാരൊക്കെ ഇന്ന് പൈസ വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ പേര് പറ. അതുൽ കൃഷ്ണ. ആ എല്ലാരും ഇപ്പൊ യൂട്യൂബ് ചാനൽ വരും. കുട്ടികള് പറ പറ പറ. റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൂപ്പർ എടുക്കും. ഓക്കെ. നന്ദുമോളുടെ സ്കൂളിലത്തെ പിള്ളേരാണ് കേട്ടോ അത്. അപ്പോൾ അവർ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്കൊരു വീട് വയ്ക്കാം എന്നുള്ളൊരു പ്ലാനായിട്ട് വന്നിരിക്കുന്നതാണ്. അതായത് എല്ലാവർക്കും ഇന്നും കൂപ്പണൊക്കെ ഇടിപ്പിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി. പ്രഭി വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത് അഭിനയം. നമ്മൾ നേരെ ജേക്കയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ ബാറോസ് കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇത് ക്രിസ്മസ് ദിവസമാണ് കേട്ടോ, റിലീസാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ്. ഒരു പടത്തിന് കുറ്റം പറയുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായം രേഖപ്പെടുത്താമല്ലേ ഒരു പടം ഇറങ്ങുമ്പോൾ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടണു, അതിൻ്റെ അടിയിൽ എന്ത് കമൻറ്റ് ഇടണം എന്നുള്ളത് അത് കാണുന്ന ആൾക്കാരുടെ മാത്രം അഭിപ്രായമാണ്. നമ്മളത് ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെയും. പ്രഭിക്ക് പിന്നെ പടത്തിനോടൊന്നും ഒരു വിയോജിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അവളെ ഭർത്താവ് വർക്ക് ചെയ്യുന്നത് സിനിമയിലാണ്. അപ്പോൾ അവൾക്ക് അങ്ങനെ എന്താ പറയുക വിയോജിപ്പും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനും പറ്റില്ല. കാരണം അവരുടെ അന്നാണല്ലോ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അന്നം തരുന്നത്, ഇപ്പം ഞാൻ ഗൾഫ് നാടിന് കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതെനിക്ക് അന്നം തരുന്ന ഒരു നാട് അതാണല്ലേ. അങ്ങനെ ഡിസംബർ 26 എത്തിയിരിക്കുന്നു. ഇന്നാണ് പ്രഭി തിരിച്ചു പോണത് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മുടെ കാവ് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നേരെ ഒരു KSRTCയിൽ കയറി പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മുടെ 6 ദിവസത്തെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. കുറേ സന്തോഷങ്ങളും കുറേ നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ഒരു 6 ദിവസം. നമുക്കൊരാളായിട്ട് അവരുടെ ചിന്താഗതികളായിട്ട് ചിലപ്പോൾ വിയോജിപ്പ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ചിന്താഗതികൾ ശരിയായിരിക്കാം. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുണ്ടായിരിക്കും അല്ലേ.
നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മൾ അവരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മളെ മറന്നുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരിക്കും. ചിലപ്പോൾ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുമോ കിട്ടില്ലയോ എന്തൊന്നും അറിയാത്ത നമ്മൾ തന്നെ മറന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങൾ. എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട് പ്രബീരുടെ അടുത്ത്. കാരണം ഈ ഒരു 6 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ മക്കളും അറിഞ്ഞിട്ടില്ല. ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, പ്രബി പോയിട്ട് ഞാനോട് വിഷമിച്ചിരിക്കുമ്പോൾ കരഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞൊരു കാര്യം, നിനക്കും മക്കൾക്കും പോകാൻ പ്രത്യേകിച്ച് ഒരിടമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തേടി വരാൻ മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ് ഒരാൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, അതായത് നമ്മൾ കൊല്ലത്തിലാകെ കാണുന്നത് പ്രബി വല്ലപ്പോഴും വരുമ്പോൾ അങ്ങനെ ഒരു ഗസ്റ്റിനെ മാത്രം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇതുവരെ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഞാൻ ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കണം കേട്ടോ, അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ളതിന്, അങ്ങനെയെങ്കിലും ഒരാൾ എനിക്ക് ഉള്ളതിന് എന്നോ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ആരാണ് ചോദിച്ചത്? കണ്ടില്ലേ, അത് വാഴയമ്മത്തായിട്ടാ. വാഴയാണെങ്കിൽ എന്താ, വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ, ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും, ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. കുട്ടികൾ എത്രയുണ്ട്? കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. കണ്ടാ തോന്നില്ല കേട്ടോ.